ഹായ് എല്ലാവർക്കും പ്ലൂട്ടോയുടെ 2023 കറണ്ട് അഫേഴ്സ് സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ജൂലൈ മാസത്തിലെ കറണ്ട് അഫേഴ്സാണ്. ഇത് നമ്മുടെ 7ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ടൈമുകളായ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. സൈബർ കുറ്റകൃത്യങ്ങളെ നേരിടാൻ പോലീസിൽ സൈബർ സേനയെ നിയമിക്കാനൊരുങ്ങുന്ന സംസ്ഥാനമാണ് കേരളം. സൈബർ കുറ്റകൃത്യങ്ങളെ നേരിടാനായി പോലീസിൽ സൈബർ സേനയെ നിയമിക്കാനൊരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. അടുത്ത ചോദ്യം, ഇറ്റലിയിലും മറ്റ് തെക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും അനുഭവപ്പെട്ട ഉഷ്ണതരംഗമാണ് സെർബറസ്. ഇറ്റലിയിലും മറ്റ് തെക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും അനുഭവപ്പെട്ട ഉഷ്ണതരംഗം ഏതാണ്? സെർബറസ്. അടുത്ത ചോദ്യം, രാജ്യത്തെ പ്രതീക്ഷ നൽകുന്ന സ്റ്റാർട്ടപ്പുകളെ കണ്ടെത്തുന്നതിനും ശാക്തീകരിക്കുന്നതിനും കേന്ദ്ര ഗവൺമെൻറ്റുമായി ചേർന്ന് ആമസോൺ പ്രൈം ആരംഭിക്കുന്ന പരമ്പരയാണ് സ്റ്റാർട്ട് അപ്പ്. ഇത് നമ്മുടെ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഒന്നുകൂടി, രാജ്യത്തെ പ്രതീക്ഷ നൽകുന്ന സ്റ്റാർട്ടപ്പുകളെ കണ്ടെത്തുന്നതിനും ശാക്തീകരിക്കുന്നതിനും കേന്ദ്ര ഗവൺമെൻറ്റുമായി ചേർന്ന് ആമസോൺ പ്രൈം ആരംഭിക്കുന്ന പരമ്പരയാണ് സ്റ്റാർട്ട് അപ്പ്. അടുത്ത ചോദ്യം, വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനായി കോളേജുകളിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് ജീവനി. വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനായി കോളേജുകളിൽ നടപ്പാക്കുന്ന പദ്ധതി എന്താണ്? ജീവനി. ഒന്നുകൂടി പറയാം, വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനായി കോളേജുകളിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് ജീവനി. അടുത്ത ചോദ്യം, ഡ്രോൺ പറത്തലിൽ DGCA ലൈസൻസ് നേടുന്ന സംസ്ഥാനത്തെ ആദ്യ വനിതയാണ് റിൻഷ പട്ടികൽ. ഡ്രോൺ പറത്തലിൽ DGCA ലൈസൻസ് നേടുന്ന സംസ്ഥാനത്തെ ആദ്യ വനിതയാണ് റിൻഷ പട്ടികൽ. ഒന്നുകൂടി, ഡ്രോൺ പറത്തലിൽ DGCA ലൈസൻസ് ലഭിച്ച സംസ്ഥാനത്തെ ആദ്യ വനിതയാണ് റിൻഷ. അടുത്ത ചോദ്യം, 2023 7ാമത് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെൻറ്റിൻ്റെ വേദിയാണ് ചെന്നൈ. 2023 7ാമത് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെൻറ്റിൻ്റെ വേദി എവിടെയാണ്? ചെന്നൈയിൽ. ഒന്നുകൂടി പറയാം, 7ാമത് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെൻറ്റിൻ്റെ വേദിയാണ് ചെന്നൈ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ജൂപ്പിറ്റർ 3. ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ജൂപ്പിറ്റർ 3. അടുത്ത ചോദ്യം, ട്വിറ്ററിന് ബദലായി മെറ്റ അവതരിപ്പിച്ച പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ത്രെഡ്സ്. ട്വിറ്ററിന് ബദലായി മെറ്റ അവതരിപ്പിച്ച പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്? ത്രെഡ്സ്. അടുത്ത ചോദ്യമാണ്, മിഷൻ റാബിസ് എന്ന സംഘടനയുമായി ചേർന്ന് ഗോവ മാതൃകയിൽ തെരുവുനായ നിയന്ത്രണം നടപ്പാക്കാനൊരുങ്ങുന്ന സംസ്ഥാനമാണ് കേരളം. മിഷൻ റാബിസ് എന്ന സംഘടനയുമായി ചേർന്ന് ഗോവ മാതൃകയിൽ തെരുവുനായ നിയന്ത്രണം നടപ്പാക്കാനൊരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളം. അടുത്ത ചോദ്യം, ലുട്ടിയൻസ് ഡൽഹിയിലെ ഔറംഗസേബ് ലൈൻ ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്? ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പേരിലാണ്. അപ്പോൾ ഡൽഹിയിലെ ഔറംഗസേബ് ലൈൻ ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്? ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പേരിലാണ് ഔറംഗസേബ് ലൈന് പുനർനാമകരണം ചെയ്തത്. അടുത്ത ചോദ്യം, വായിലുണ്ടാകുന്ന അർബുദം നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സ ഉറപ്പാക്കാൻ ICMR ആരംഭിക്കുന്ന പരിശോധനാ പദ്ധതിയാണ് ഓറൽ പൊട്ടൻഷ്യലി മാലിഗ്നൻ്റ് ഡിസോർഡേഴ്സ് അറ്റ്ലസ് പ്രൊജക്റ്റ്. ഒന്നുകൂടി, വായിലുണ്ടാകുന്ന അർബുദം നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സ ഉറപ്പാക്കാൻ ICMR ആരംഭിക്കുന്ന പരിശോധനാ പദ്ധതിയാണ് OPMD, ഓറൽ പൊട്ടൻഷ്യലി മാലിഗ്നൻ്റ് ഡിസോർഡേഴ്സ് അറ്റ്ലസ് പ്രൊജക്റ്റ്. അടുത്ത ചോദ്യം, പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ മാലിയിൽ 2013 മുതൽ UN രക്ഷാസമിതി നടത്തിവരുന്ന സമാധാന ദൗത്യമാണ് മിനുസ്മ. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ മാലിയിൽ 2013 മുതൽ UN രക്ഷാസമിതി നടത്തിവരുന്ന സമാധാന ദൗത്യമാണ്
മിനുസ്മ. ഒന്നുകൂടി, പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ മാലിയിൽ 2013 മുതൽ UN രക്ഷാസമിതി നടത്തിവരുന്ന സമാധാന ദൗത്യമാണ് മിനുസ്മ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. സൈബർ കുറ്റകൃത്യങ്ങളെ നേരിടാൻ പോലീസിൽ സൈബർ സേനയെ നിയമിക്കാനൊരുങ്ങുന്ന സംസ്ഥാനമാണ് കേരളം. ഇറ്റലിയിലും മറ്റ് തെക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും അനുഭവപ്പെട്ട ഉഷ്ണതരംഗമാണ് സെർബറസ്. രാജ്യത്തെ പ്രതീക്ഷ നൽകുന്ന സ്റ്റാർട്ടപ്പുകളെ കണ്ടെത്തുന്നതിനും ശാക്തീകരിക്കുന്നതിനും കേന്ദ്ര ഗവൺമെൻറ്റുമായി ചേർന്ന് ആമസോൺ പ്രൈം ആരംഭിക്കുന്ന പരമ്പര സ്റ്റാർട്ട് അപ്പ്. വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനായി കോളേജുകളിൽ നടപ്പാക്കുന്ന പദ്ധതി ജീവനി. ഡ്രോൺ പറത്തലിൽ DGCA ലൈസൻസ് നേടുന്ന സംസ്ഥാനത്തെ ആദ്യ വനിതയാണ് റിൻഷ പട്ടേൽ. 2023 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെൻറ്റിൻ്റെ വേദിയാണ് ചെന്നൈ. ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ജൂപ്പിറ്റർ 3. ട്വിറ്ററിന് ബദലായി മെറ്റ അവതരിപ്പിച്ച പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ത്രെഡ്സ്. മിഷൻ റാബീസ് എന്ന സംഘടനയുമായി ചേർന്ന് ഗോവ മാതൃകയിൽ തെരുവുനായ നിയന്ത്രണം നടപ്പാക്കാനൊരുങ്ങുന്ന സംസ്ഥാനമാണ് കേരളം. ഡൽഹിയിലെ ഔറംഗസേബ് ലൈൻ ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്? ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പേരിൽ. വായിലുണ്ടാകുന്ന അർബുദം നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സ ഉറപ്പാക്കാൻ ICMR ആരംഭിക്കുന്ന പരിശോധനാ പദ്ധതിയാണ് ഓറൽ പൊട്ടൻഷ്യലി മാലിഗ്നൻ്റ് ഡിസോർഡേഴ്സ് അറ്റ്ലസ് പ്രൊജക്റ്റ്. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ മാലിയിൽ 2013 മുതൽ UN രക്ഷാസമിതി നടത്തിവരുന്ന സമാധാന ദൗത്യമാണ് മിനുസ്മ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.